വർഷങ്ങളായി മനുഷ്യൻ സ്വപ്നം കാണുന്ന അന്യഗ്രഹ യാത്ര ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. ബഹിരാകാശ പര്യവേക്ഷണത്തിലെ ഒരു പുതിയ യുഗത്തിനാണ് നാസ തുടക്കമിടുന്നത്. പരമ്പരാഗത ഇന്ധനങ്ങളിൽ നിന്ന് മാറി ആണവോർജം ഉപയോഗിച്ച് ചൊവ്വയിലേക്ക് അതിവേഗ യാത്ര നടത്താനാണ് നാസയുടെ പുതിയ നീക്കം. 2028 വിക്ഷേപിക്കുന്ന ഈ അത്യാധുനിക പേടകം ബഹിരാകാശ ഗവേഷണ ചരിത്രത്തെ എങ്ങനെ മാറ്റിമറിക്കും? ഈ വിപ്ലവകരമായ മാറ്റം മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കുന്നത് എളുപ്പമാക്കുമോ? പരിശോധിക്കാം. 2028 ഡിസംബറിൽ ചൊവ്വയിലേക്ക് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹിരാകാശ പേടകം അയക്കാൻ നാസ പദ്ധതിയിട്ടിരിക്കുന്നു. ചൊവ്വയുടെ ഉപരിതലത്തിൽ പര്യവേക്ഷണം നടത്തുന്നതിനായി 3 ഹെലികോപ്റ്ററുകളെ വിന്യസിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പ്രത്യേക പേടകത്തിന്റെ പേര് സ്പേസ് റിയാക്ടർ 1 ഫ്രീഡം അഥവാ SR-1 ഫ്രീഡം. 1960-കൾക്ക് ശേഷം ആദ്യമായാണ് ആണവോർജം ഉപയോഗിച്ചുള്ള ബഹിരാകാശ യാത്ര നാസ പരീക്ഷിക്കുന്നത്. ലൂണാർ ഓർബിറ്റിലെ ഗേറ്റ്വേ സ്റ്റേഷനായി നിർമ്മിച്ച സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ 20 കിലോവാട്ട് ഫിഷൻ റിയാക്ടറിൽ നിന്നുള്ള താപം വൈദ്യുതോർജ്ജമാക്കി മാറ്റി പ്രൊപ്പൽഷനായി ഉപയോഗിക്കും. ചിലവേറിയ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിൽ നിന്ന് നാസ മാറി ചിന്തിക്കുകയാണ്. നിലവിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പകരം വാണിജ്യപരമായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു ചെറിയ നിലയം നിർമ്മിക്കാനാണ് പദ്ധതി. ചൊവ്വയിലെ ഉപരിതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ തന്നെ 3 ഹെലികോപ്റ്ററുകൾ പേടകത്തിൽ നിന്ന് പുറത്തു വരികയും തനിയെ ലാൻഡിംഗ് നടത്തുകയും ചെയ്യുന്ന സ്കൈഫോൾ രീതിയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകൾ ചൊവ്വയിലെ ഐസിന്റെ സാന്നിധ്യം തിരയുകയും ഭാവിയിൽ മനുഷ്യർക്ക് ഇറങ്ങാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. വൈ ന്യൂക്ലിയർ പവർ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. സൂര്യപ്രകാശം കുറഞ്ഞ ദൂരെയുള്ള ഗ്രഹങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആണവോർജം അത്യന്താപേക്ഷിതമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഉപഗ്രഹങ്ങൾ, സൗരയൂഥ പേടകങ്ങൾ തുടങ്ങിയ ഭൂമിക്ക് അടുത്തുള്ള ദൗത്യങ്ങളിൽ വൈദ്യുതിക്കായി നാസ പ്രധാനമായും ഫോട്ടോ വോൾട്ടായിക് സോളാർ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. ഭൂമിക്ക് സമീപം സൗരോർജം ഫലപ്രദമാണ്. എന്നാൽ ചന്ദ്രനിൽ സൗരോർജത്തിന്റെ ലഭ്യത നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളിൽ പോലും ദിവസങ്ങളോളം ഇരുട്ട് അനുഭവപ്പെടാറുണ്ട്. മഞ്ഞുപാളികൾ കാണപ്പെടുന്ന സൂര്യപ്രകാശം ഒട്ടും എത്താത്ത ഇരുണ്ട ഗർത്തങ്ങളിൽ സൗരോർജം ഫലപ്രദമല്ല. ചൊവ്വയിലെ ഡസ്റ്റ് സ്റ്റോംസ് ആഴ്ചകളോളം സൂര്യപ്രകാശത്തെ തടസ്സപ്പെടുത്താറുണ്ട്. ചന്ദ്രനിൽ സ്ഥിരമായ സാന്നിധ്യം ഉറപ്പാക്കാനും ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കാനും സൗരയൂഥത്തിന്റെ പുറം ഭാഗങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും സൂര്യനെ ആശ്രയിക്കാതെ എവിടെയും പ്രവർത്തിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ് ആവശ്യമാണ്. ഇവിടെയാണ് ആണവോർജം ഉപകാരപ്രദമാകുന്നത്. ഡീപ് സ്പേസിൽ വലിയ ഭാരങ്ങൾ അതിവേഗത്തിലും കാര്യക്ഷമമായും എത്തിക്കാൻ ആണവ വൈദ്യുത പ്രൊപ്പൽഷൻ അതായത് ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ അസാമാന്യമായ ശേഷി പ്രദാനം ചെയ്യുന്നു. കൂടാതെ സോളാർ പാനലുകൾ ഫലപ്രദമല്ലാത്ത വ്യാഴത്തിന് അപ്പുറത്തുള്ള ഗ്രഹങ്ങളിലേക്ക് ഉയർന്ന ഊർജം ആവശ്യമുള്ള ദൗത്യങ്ങൾ വിജയകരമായി നടത്താനും ഇത് സഹായിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നാഷണൽ സ്പേസ് പോളിസി നടപ്പിലാക്കുന്നതിനും ബഹിരാകാശത്ത് അമേരിക്കയുടെ നേതൃത്വം ഉറപ്പിക്കുന്നതിനുമായി നാസ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നിർണായകമായ പദ്ധതികളിൽ ഒന്നാണ് ഈ ദൗത്യം. പ്രസിഡന്റ് ട്രംപിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വീണ്ടും ചന്ദ്രനിൽ ഇറങ്ങുക, ചന്ദ്രനിൽ സ്ഥിരമായ ഒരു താവളം പണിയുക, ബഹിരാകാശത്ത് അമേരിക്കൻ നേതൃത്വം ഉറപ്പാക്കുന്നതിന് ഒരു ശാശ്വത സാന്നിധ്യം സ്ഥാപിക്കുക. മാർച്ച് 24 നടന്ന ഇഗ്നിഷൻ കോൺഫറൻസിൽ നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികളാണിവ. 2027 ആർട്ടമിസ് 3 ദൗത്യം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പരീക്ഷണങ്ങൾ നടത്തും. തുടർന്ന് ആർട്ടമിസ് 4 ദൗത്യത്തിലൂടെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കും. 2027 മുതൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചന്ദ്രനിൽ ലാൻഡിംഗ് നടത്തും. പിന്നീട് ഓരോ 6 മാസത്തിലും ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന രീതിയിലേക്ക് ഇത് മാറും. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ഗേറ്റ്വേ സ്റ്റേഷന്റെ നിലവിലെ രീതിയിൽ മാറ്റം വരുത്തി ചന്ദ്രോപരിതലത്തിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. നാസയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ഇനി മൂൺ ബേസ് നിർമ്മാണം 3 ഘട്ടങ്ങളിലായാവും നടത്തുക. 1ാം ഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മാണവും പരീക്ഷണവും നടക്കും. റോബോട്ടുകൾ, ലാൻഡറുകൾ എന്നിവ വഴി ചന്ദ്രനിലെ വിവരങ്ങളെക്കുറിച്ചും ഊർജോൽപാദനത്തെക്കുറിച്ചും പഠിക്കും. 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ജപ്പാന്റെ സഹകരണത്തോടെയുള്ള പ്രഷറൈസ്ഡ് റോവറുകൾ ഉപയോഗിച്ച് കൂടുതൽ സമയം ചന്ദ്രനിൽ ചെലവഴിക്കാൻ സൗകര്യമൊരുക്കും. 3ാം ഘട്ടത്തോടെ ചന്ദ്രനിൽ സ്ഥിരതാമസം ഉറപ്പാക്കാനാണ് പദ്ധതി. ഇറ്റലി, കാനഡ എന്നീ രാജ്യങ്ങളുടെ സഹകരണത്തോടെ സ്ഥിരമായ ആവാസ വ്യവസ്ഥകൾ ഇതിനായി നിർമ്മിക്കും. നക്ഷത്രങ്ങളിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണം ഇനി വെറും സ്വപ്നമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും അത്യാധുനിക സാങ്കേതിക വിദ്യയും ചേർന്ന യാഥാർത്ഥ്യമാണെന്ന് കൂടിയാണ് ഈ പദ്ധതികൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.